കൂട്ടുകാരെ, നമുക്കിന്ന് റവ കൊണ്ട് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. 4 മണി സമയത്തൊക്കെ എല്ലാവരും കട്ടൻ ചായ കുടിക്കുമല്ലോ, അതിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കാം നമുക്ക്. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് റവയാണ്. നമുക്ക് റവ ഒന്ന് വറുത്തിഞ്ഞെടുക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാം. ചട്ടി ചൂടായ നമുക്ക് റവ ഇതിലിടാം. ഇത് വറക്കാം. നല്ലപോലെ ഒന്ന് വറന്ന് വരട്ടെ. ഇത് നമുക്ക് 4 മണിക്കൊക്കെ നമ്മൾ കട്ടൻ ചായ കുടിക്കുമല്ലോ, അതിൻ്റെ കൂടെയൊക്കെ കഴിയുക. കള്ളപ്പം ഇല്ല, കള്ളപ്പം അതേപോലെ ആ രൂപത്തിലാണ് ഇത് വരിക. ഈ തേങ്ങ ബന്നി കള്ളപ്പം അതൊക്കെ എങ്ങനെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ LKG UKG പഠിക്കുന്ന മക്കൾക്ക് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ബിസ്ക്കറ്റ്, പഴം, ഇങ്ങനെ പല സാധനങ്ങൾ, ബേക്കറി സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തയക്കും മക്കൾക്ക് കഴിക്കാൻ, 10 മണിക്ക് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ അത് ഇല്ലാതെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിലൊരു കഷ്ണം വെച്ച് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കഴിക്കാൻ. വേഗം കഴിക്കുകയും ചെയ്യും. മടി കൂടാതെ കഴിക്കും ചെറിയ മക്കൾ. ചെറുതായിട്ടൊന്ന് കളർ മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയ കയ്യിലൊന്ന് പിടിച്ചു നോക്കുക മൊരിഞ്ഞിക്കണമെന്ന്. ഇത് നമുക്കിനി മതിയെടുക്കാം. നല്ല ഒന്ന് റവ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇത് ഇനി ഒന്ന് നന്നായിട്ട് ചൂടാറട്ട്, എന്നിട്ട് വേണം നമുക്ക് ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ. ചൂടാറിയ റവ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം. നമുക്ക് മിക്സിയിൽ അരച്ച് പൊടിച്ച് കൊണ്ടുവന്ന് ഇനിതാ ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിക്കണം കേട്ടോ. ഉണ്ടല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുക്കാം. നമുക്കിതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ഒഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഇതാക്കണേ. നമുക്കിനി ഇതിലേക്ക് പൊടിച്ച് വെച്ച മാവ് ഇതിൽ ഇടാം. പഞ്ചസാരയും റവയുമാണ് കേട്ടോ. നമുക്ക് ഇതിലൊരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു 1/2 മുറി നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് മാവ് നല്ല സോഫ്റ്റ് ആവാനാട്ടോ. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഇതൊക്കെ പാടെ ഇതിൽ നമുക്കിനി 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തിളപ്പിച്ച പാലാണ്. ആദ്യം നമുക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. തിളപ്പിച്ച് ആറ വെച്ച പാലാണിത്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് എടുത്ത് വെക്കാം. മാവ് കലക്കി വെച്ചിട്ട് 15 മിനിറ്റായി. ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ചേർത്തത് നല്ല സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കള്ളപ്പൊക്കെ ഇല്ലേ, അതേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാത്തവർ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ചേർക്കുമ്പോൾ 15 മിനിറ്റ് പകരം 1/2 മണിക്കൂർ വെക്കേണ്ടി വരും. അതിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ നല്ല പൊന്തി വന്നിട്ടുമുണ്ട്, നല്ല കട്ടിയായിട്ടുമുണ്ട്.
നമുക്ക് ഈ പാത്രത്തിൽ ലേശം നെയ്യ് പുരട്ടി വെക്കാം. നെയ്യ് തന്നെ പുരട്ടണമെന്നില്ല, ഓയിൽ പുരട്ടിയാലും മതി കേട്ടോ. എന്തായാലും പുരട്ടണം, അങ്ങനെ വെക്കാൻ പറ്റില്ല. അടിയിൽ നമുക്ക് ഈ മുന്തിരി, ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് ദാ ഈ പരുവമാണ് കേട്ടോ. ഇളക്കിയിട്ട് അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം പേപ്പർ കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇത് എന്തിനാ മൂടുന്ന വെച്ചാൽ വെള്ളം അടിയിൽ കടക്കാതിരിക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച വേർപ്പ് വെള്ളം അതിൽ പെട്ടുകൊണ്ടിരിക്കും. അത് പെടാതിരിക്കാനാണ് മൂടുന്നത്. ഇനി നമുക്കിത് തൂക്കി ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ ഒരു തട്ടിട്ടിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് ഇത് തൂക്കി വെക്കാം. മൂടി വെക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കത്തിക്കാം. അരമണിക്കൂർ നമുക്കിത് വേവിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. ഇനി തുറന്ന് നോക്കാം. അയ്യവാ, ഇതിൻ്റെ മേലെ പൊന്തി വന്നിരിക്കണണ്ടാ, കണ്ടില്ലേ? ഇപ്പോഴേ ഇത് കണ്ടില്ലേ, ഈ വെള്ളം വരാതിരിക്കാനാണ് നമ്മൾ ഈ അലുമിനിയം പേപ്പർ ഇട്ട് മൂടിയത്. ഇത് ഈ അലുമിനിയം പേപ്പർ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിന് നല്ല ഇതിന് പാകത്തിനുള്ള മൂടി ഉണ്ടെങ്കിലും മതി. നമ്മൾ അടിയിൽ ഏത് പാത്രം വെക്കണം അതിൻ്റെ പാകത്തിന് മൂടി അതിട്ട് മൂടി വെച്ചാലും മതി. ഇത് വെന്തോ ഈർക്കിലി കൊണ്ട് കുത്തി നോക്കാം. ഇങ്ങനെ കുത്തി നോക്കുമ്പോഴേ ഈർക്കിലിയിൽ ഒട്ടില്ല, അപ്പോൾ വെന്തെന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ വേവ് നോക്കണത്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ വെച്ചു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അയ്യവാ, കണ്ടോ, നല്ല ഓട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്കിനി ഇത് പാത്രം പൊന്തിച്ച് നോക്കാം. ആ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്താ മണം കണ്ടില്ലേ? മുന്തിരിയൊക്കെ വെച്ചിട്ട് നല്ല ഇതായിട്ടുണ്ട്. നമുക്കിത് മുറിക്കാം. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് കത്തി അതിൽ പോകേണ്ടതുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഏവാ, എന്ത് സോഫ്റ്റാ നോക്കി, കണ്ടില്ലേ? കണ്ട, നല്ല സോഫ്റ്റുള്ളൊരു റവ കൊണ്ടുള്ള കേക്കാണ്. നമ്മുടെ റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല പാലിൻ്റെ മണവും പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിതിലൊരു കഷ്ണം കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്.